രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് കാണിച്ചുള്ള ഒരു കത്തും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമാക്കി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്ന് ബൃന്ദ കാരാട്ടും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത അതേ ആളുകൾ തന്നെ രാഹുലിനെ പ്രതിരോധിക്കാനും രംഗത്തു വരുന്നുവെന്നും വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നടപടി അത്യന്തം അപലപനീയമെന്നും CPIM നേതാവ് ബൃന്ദ കാരാട്ട് പറഞ്ഞു. On the issue of upholding the dignity of women, we have a situation where a serial sexual harasser and offender is being defended and supported by the leader of the opposition belonging to the Congress party. Your ecosystem of the UDF and the Congress in Kerala stands up to defend a man with such criminality in his thinking and in his actions. So I think that is highly condemnable. രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന അറിയിപ്പ് ഇതുവരെ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. സോഫാർ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ വെർബലായി ഏതെങ്കിലും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ള പേരോ അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എന്നെയോ എൻ്റെ ഓഫീസിനെയോ രേഖാമൂലം അവർ അറിയിച്ചിട്ടില്ല. അല്ല, അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യും അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത് കള്ളക്കേസാണെന്നും രാഹുലിന്റെ രാജിക്കാര്യം കോൺഗ്രസ് ക്ലോസ് ചെയ്ത ചാപ്റ്റർ എന്നുമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ന്യായീകരണം. അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചാൽ അതുപോലെ തന്നെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആർക്കും ആ കേസിന് കോടതിയിൽ പോകാൻ അവകാശമുണ്ട്, കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്, അവിടെ നിയമ പോരാട്ടം നടത്തി അതിൽ സത്യം തെളിയിച്ച് പുറത്തു വരാനുള്ള അവകാശമുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.